നമസ്കാരം. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ മിന്നൽ ബോംബാക്രമണം. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ അമേരിക്കൻ പട തിരിഞ്ഞോടി. പേർഷ്യൻ ഗൾഫ് മേഖലകളിൽ ഇറാന്റെ മിന്നൽ ബോംബാക്രമണം ഉണ്ടാക്കുന്നു. ഇറാൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോകുന്നു. ഹോർമുസ് കടലിടുക്ക് ഒരു മഹാവിനാശത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയാം. സമയപരിധി അവസാനിക്കുമ്പോൾ ട്രംപ് തന്റെ ഭീഷണി നടപ്പിലാക്കുമോ എന്നുള്ള ചിന്തയിലാണ് ലോകം. ആഗോള എണ്ണ വിപണിയുടെ സിരയെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹോർമുസ് കടലിടുക്കിനെ ചൊല്ലി അമേരിക്കയും ഇറാനും തമ്മിലുള്ള വാക്പോര് മുറുകുകയാണ്. കടലിടുക്കിലെ ഉപരോധം നീക്കിയില്ല എങ്കിൽ ഇറാൻ നരകയാതന അനുഭവിക്കേണ്ടി വരുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെ ട്രംപ് സമനില തെറ്റിയ വ്യക്തിയാണ് എന്നുള്ള പരിഹാസവുമായിട്ട് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. പ്രകോപനങ്ങൾ അതിരുവിടുന്നതോടെ പേർഷ്യൻ ഗൾഫ് മേഖല വീണ്ടും ഒരു യുദ്ധത്തിന്റെ വക്കിലെത്തിയിരിക്കുന്നു. ചൊവ്വാഴ്ച പവർ പ്ലാന്റ് ഡേ എന്ന് വിശേഷിപ്പിച്ച ട്രംപ് നിശ്ചിത സമയത്തിനകം കടലിടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾക്കും പാലങ്ങൾക്കും നേരെ കടുത്ത ആക്രമണം ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തി. ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ നടത്തിയ അദ്ദേഹത്തിന്റെ പ്രകോപനപരമായിട്ടുള്ള പോസ്റ്റ് ഇറാൻ മുൻപൊരിക്കലും നേരിട്ടിട്ടില്ലാത്ത വിധം നരകം ഇവിടെ സൃഷ്ടിക്കപ്പെടും, ആകാശത്ത് നിന്ന് അത്തരത്തിലുള്ള നരകം വർഷിപ്പിക്കുമെന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള നരകം വർഷിക്കുമെന്ന മുന്നറിയിപ്പ് വൈറ്റ് ഹൗസ് നൽകുകയാണ്. ട്രംപിന്റെ പ്രസ്താവനകളെ പുച്ഛിച്ചു തള്ളിയ ഇറാൻ സാംസ്കാരിക മന്ത്രി സയ്യിദ് റസ സാലിഹി അമരി അവർ പറയുന്നത് ട്രംപ് വ്യക്തിത്വ വൈകല്യമുള്ള ആളാണ് എന്നാണ്. വാക്കിനും പ്രവൃത്തിക്കും സ്ഥിരതയില്ലാത്ത ഒരാളുടെ വാക്കുകൾക്ക് ഇറാൻ സമൂഹം യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന എന്ന് പറയപ്പെടുന്നത്. ട്രംപ് എന്ന പ്രതിഭാസത്തെ വിശകലനം ചെയ്യാൻ അമേരിക്കക്കാർക്കോ ഇറാനികൾക്കോ സാധിക്കില്ല എന്നുകൂടി അവർ പരിഹസിക്കുകയാണ്. വാക്കുകൾക്കപ്പുറം സൈനികമായിട്ടുള്ള കരുത്തു പ്രകടനത്തിനും ടെഹ്റാൻ വേദിയായി എന്നുള്ളതാണ്. US സൈനിക വാഹനങ്ങളെ വലയിലാക്കി കൊണ്ടുപോകുന്ന ഇറാൻ സൈനികരുടെ ഭീകരമായിട്ടുള്ള അല്ലെങ്കിൽ ഭീമാകാരമായിട്ടുള്ള ചിത്രം ടെഹ്റാനിലെ കെട്ടിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു തന്നെ കിടക്കുമെന്നും പേർഷ്യൻ ഗൾഫ് മേഖലകൾ ഞങ്ങളുടെ വേട്ടയാടൽ കേന്ദ്രങ്ങളാണ് എന്നുള്ള കുറിപ്പ് കൂടി ഇതിനോടൊപ്പം ഇറാൻ വെക്കുന്നുണ്ട്. ലോകത്തെ എണ്ണ വ്യാപാരത്തിന്റെ 20% കടന്നു പോകുന്ന പാതയാണ് ഹോർമുസ്. നിലവിലെ ഉപരോധം മൂലം ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചു വരികയാണ്. വിതരണ ശൃംഖല തടസ്സപ്പെടുത്തുന്നത് ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കുമെന്നതിനാൽ വൻ ശക്തി രാജ്യങ്ങൾ ഇപ്പോൾ ആശങ്കയിലാണ്. അവരാരും തന്നെ ഒരക്ഷരം മിണ്ടുന്നില്ല. ഹോർമുസ് കടലിടുക്കിനി പഴയ നിലയിലേക്ക് മടങ്ങില്ല എന്ന വിപ്ലവ ഗാർഡുകളുടെ പ്രസ്താവന ഗൗരവകരമാണ്. പേർഷ്യൻ ഗൾഫിൽ ഇറാൻ പുതിയൊരു അധിനിവേശ വിരുദ്ധ ക്രമം കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഇനി ഈ പാതയിലുള്ള യാത്ര എളുപ്പമാകില്ല എന്ന് ഇറാൻ പരോക്ഷമായി വ്യക്തമാക്കുകയാണ്. സമാധാനപരമായ ചർച്ചകൾക്ക് പകരം ഉപരോധവും സൈനിക ഭീഷണിയും മുൻനിർത്തിയുള്ള ട്രംപിന്റെ നയം കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇറാനെ സമ്മർദ്ദത്തിലാക്കി ചർച്ചയ്ക്ക് കൊണ്ടുവരാമെന്ന വാഷിംഗ്ടന്റെ കണക്കുകൂട്ടലുകൾ തെറ്റുന്നതായിട്ടാണ് നിലവിലെ സാഹചര്യം വ്യക്തമാക്കുന്നത്. ഇറാന്റെ പുതിയ നീക്കങ്ങൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് മധ്യേഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങളെ മാറ്റി എഴുതുമെന്നും പറയപ്പെടുന്നു. ഇറാന്റെ സൈനിക നടപടികൾക്ക് ഇസ്രായേൽ നൽകുന്ന പിന്തുണ ട്രംപിന്റെ നിലപാടുകളെ കൂടുതൽ കടുപ്പിക്കുവാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഭൂമിശാസ്ത്രപരമായിട്ട് ഇടുങ്ങിയ ഈ പാത നിയന്ത്രിക്കുവാൻ സാധിക്കുന്നത് ഇറാന്റെ ഏറ്റവും വലിയ പ്രതിരോധ കവചമാണ്. US നാവികസേനയെ നേരിടാൻ വേണ്ടിയിട്ട് ചെറുകപ്പലുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ഗറില്ല യുദ്ധമുറകളാണ് ഇറാൻ ഇവിടെ പരീക്ഷിക്കുന്നത് പോലും. അമേരിക്കൻ എയർമാനെ രക്ഷപ്പെടുത്തിയ മിഷനുകൾ മേഖലയിൽ US സേന എത്രത്തോളം സജീവമാണ് എന്ന് കാണിക്കുന്നുണ്ട്. എങ്കിലും ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് പവർ പ്ലാന്റുകൾ തകർക്കുക എന്നത് അമേരിക്കയ്ക്ക് വലിയൊരു വെല്ലുവിളിയായിരിക്കുകയാണ്. ഇറാനെതിരെയുള്ള ഏകപക്ഷീയമായിട്ടുള്ള നീക്കങ്ങളിൽ റഷ്യയും ചൈനയും തങ്ങളുടെ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. ഒരു യുദ്ധമുണ്ടായാൽ അത് ആഗോളതലത്തിൽ പുതിയ സഖ്യകക്ഷികളുടെ രൂപീകരണത്തിന് വഴി തെളിക്കുമെന്നുള്ള സൂചനകളാണത്. യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ അത് ഇന്ധനവില വർധനവിനും ഭക്ഷ്യക്ഷാമത്തിനും കാരണമാകും. യുദ്ധഭീതി മൂലം ഗൾഫ് രാജ്യങ്ങൾ കഴിയുന്ന പ്രവാസികളും കടുത്ത ആശങ്കയിലാവും. ചൊവ്വാഴ്ച നിശ്ചയിച്ചിരിക്കുന്ന സമയപരിധി അവസാനിക്കുമ്പോൾ ട്രംപ് തന്റെ ഭീഷണി നടപ്പിലാക്കുമോ എന്നതാണ് ലോകം ഉറ്റുനോക്കുന്നത്. നയതന്ത്ര ചർച്ചകൾക്ക് വഴി തുറന്നില്ല എങ്കിൽ ഹോർമുസ് കടലിടുക്ക് ഒരു മഹാവിനാശത്തിന്റെ പ്രഭവ കേന്ദ്രമായി മാറാൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. അപ്പോൾ ഈ വരുന്ന നിമിഷങ്ങളിൽ മണിക്കൂറുകളിലും ഗൾഫ് രാജ്യങ്ങൾ ഇറാന്റെ മിന്നൽ ബോംബാക്രമണം നടത്തുവാൻ ശേഷിയുള്ള ഒരു രാജ്യമായി ഇറാൻ മാറിയിരിക്കുന്നു. ഇറാന്റെ പ്രത്യാക്രമണം എന്ന് പറയപ്പെടുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളായതുകൊണ്ട് തന്നെ അമേരിക്കൻ പട തിരിഞ്ഞോടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം അമേരിക്കയുടെ ചിലപ്പോൾ വാഷിംഗ്ടണിൽ വരെ നുഴഞ്ഞു കയറ്റം നടത്തി ഇറാന്റെ പട ട്രംപിനെ അടക്കം വധിക്കുന്ന ഒരു കാലാവസ്ഥയിലേക്ക് പോയാലും അതിനകത്ത് അത്ഭുതപ്പെടാനില്ല എന്നുകൂടി പറയട്ടെ.